വിശേഷ ദിവസത്തിൽ ഒരു സ്വർണവൃഷ്ടി എന്ന് പറയാം, കനകവൃഷ്ടി, സ്വർണവൃഷ്ടി അമ്മയ്ക്ക് ചാർത്തിയിട്ടുള്ള ഒരു നാണിക, കുറച്ച് നാണികകൾ അമ്മയ്ക്ക് ചാർത്തിയിട്ട് അത് വൃഷ്ടിയായിട്ട് കൊടുക്കുന്നത്. അത് വളരെ ഐശ്വര്യമാണ്. അത് കിട്ടുന്നത് ചില ആളുകൾക്ക് മാത്രമേ കിട്ടൂ, ഭാഗ്യമാണ്. കിട്ടുന്നവർക്ക് വളരെ അവരുടെ ജീവിതത്തിൽ നല്ലതാവും, എല്ലാ ഐശ്വര്യങ്ങളും കിട്ടും, അഭിവൃദ്ധിയാവും എന്നാണ് ഒരു സങ്കല്പം. അതുപോലെ യാത്രകൾ ഒക്കെ യാത്രകളൊക്കെ പോവും, കുറെ പോവും. യാത്രകൾ ആസ്വദിക്കുന്ന ഒരാളാണ്. അതെ. അതിന് നിങ്ങൾ അങ്ങേക്ക് എന്തെങ്കിലും വിലക്കുകളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ അവിടെ യാത്രകൾ ഈ പൂജയ്ക്ക് പോകുന്ന മുമ്പേ പോയ മാതിരി പൂജയ്ക്ക് വന്ന ശേഷം പോകാനാവില്ല. എന്നാൽ ഈ നമ്മൾ 4 ആൾ തന്നെ പൂജ ചെയ്യണം. അതെ, വേറെ 5ാമത്തെ ആൾ അവിടെ വന്ന് പൂജ ചെയ്യാനാവില്ല. ഇപ്പോൾ ഒരാൾ പുറത്ത് പോകണമെന്നാൽ ഈ 4 ആളിൽ ഒരാൾ ഇവരുടെ പൂജ ഏറ്റെടുത്തിട്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരാൾ, അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരാൾക്ക് 2 നേരം വരും. അവർ 1, 2, 3 ദിവസം 2 നേരം ചെയ്യാം. അപ്പോൾ വീണ്ടും നമ്മൾ അവിടെ പോകേണ്ടി വരും. എന്തെന്നാൽ ഈ അവിടെ പൂജയുടെ അവധി കൂടുതലായത് കൊണ്ട് ഒരാൾ അങ്ങനെ 3 നേരം 4 നേരം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് ഒരാൾക്ക് ഒറ്റയ്ക്ക് അത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരാൾ 2 നേരം ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരാൾ പോയാൽ അവിടെ മറ്റേ ഒരാൾ വേണം. ഇങ്ങനെ ഒരു ഇതുണ്ടാവും. 2 ആൾ പോയാൽ ഒരാൾ മറ്റ് ബാക്കിയുള്ള 2 ആൾ ഇത് ചെയ്യേണ്ടി വരും. ഇങ്ങനെ ഒരുപാട് ദിവസമൊന്നും അവിടുന്ന് മാറാൻ പറ്റില്ല. അല്ലാതെ അങ്ങനെ യാത്ര പാടില്ല, അങ്ങനത്തെ വിലക്കുകളൊന്നുമില്ല. ഇല്ല, റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അങ്ങനെ ഒന്നുമില്ല. സാധാരണ നമ്മളുടെ യാത്ര എന്നാൽ അവിടെ പൂജക്കോ ഇതൊക്കെ പോവും. അങ്ങനെ ഇല്ലെങ്കിൽ കുടുംബത്തോടു കൂടി എവിടെയെങ്കിലും സ്ഥലം കാണാൻ അങ്ങനെ. അങ്ങയുടെ കുടുംബമൊക്കെ അവിടെ തന്നെ താമസം, ഭാര്യ, 2 കുട്ടികൾ, ഒരു മൂത്തവൾ പെൺകുട്ടി, 2ാമത്തവൻ ആൺകുട്ടി, ഒരാൾ 8ാമത്തെ ക്ലാസ് മൂത്തവള്, മോന് 1ാം ക്ലാസ്. അവിടെ തന്നെ പഠിക്കുക, കൊല്ലൂര് തന്നെ. അതെ. ഇപ്പോൾ പുറമേ നിന്ന് നോക്കുമ്പോൾ നല്ല വരുമാനമുള്ളൊരു ക്ഷേത്രമാണത്. ഈ വരുമാനം കൊണ്ട് ക്ഷേത്രത്തിലെ കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ നടത്തിക്കൊണ്ടുപോകും. അതിന് പുറമെ സമൂഹത്തിന് വേണ്ടി, പുറമേ ഉള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും അവിടുന്ന് ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട്. അവിടെ ക്ഷേത്രം സ്കൂള് നടത്താറുണ്ട്. 4-5 സ്കൂള്, കോളേജ് നടത്താറുണ്ട്. എവിടെ? കൊല്ലൂർ തന്നെ. അവിടെ കൊല്ലൂരിൽ നിന്ന് ഒരു 10-15 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്കൂള് ഉണ്ട്. 4-5 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. പിന്നെ അതല്ലാണ്ട് ഈ ചില സ്കൂളുകളിലേക്ക് അവിടെ നിന്ന് ഭക്ഷണം പോകും കുട്ടികൾക്ക്. കൊണ്ടുപോകും. അതെ. അതല്ലാണ്ട് അവിടെ 2 നേരം എല്ലാവർക്കും ഭക്ഷണം ഭക്തർക്ക്. അതെ. അതല്ലാണ്ട് ഹോസ്റ്റലുണ്ട്. അമ്പലത്തിൻ്റെ ഹോസ്റ്റലുണ്ട്, സ്കൂളുണ്ട്. അതല്ലാണ്ട് ഇപ്പോൾ വേണ്ടത് ഒരു ഹോസ്പിറ്റൽ, ആരോഗ്യ മേഖലയിൽ വേണം. അതിപ്പോൾ തീരുമാനിച്ചുകൊണ്ട് ഉണ്ട്. എന്നാൽ അവിടെ ഈ ഒരു റിമോട്ട് ഏരിയ ആയത് കൊണ്ട് അവിടെ ഈ ഡോക്ടർ വരുന്നത് പോകുന്നതൊക്കെ ചില ദുർലഭ. ഇപ്പോഴത്തെ ഡോക്ടേഴ്സ് അങ്ങനെ സേവാ ഇതുള്ള ഡോക്ടേഴ്സ് ഉണ്ട്, എത്തിപ്പെടാവില്ല. അവിടെ മാത്രം വിചാരിച്ചാലാവില്ല, അവിടുത്തെ ഗവൺമെന്റ് കൂടി വിചാരിക്കണം. അവിടെ അവരുടെ റോൾ ഉണ്ടാവും. അങ്ങനെ ഇപ്പോൾ അതിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ യങ് ജനറേഷനോട്, വരുന്ന തലമുറയോട്
ഈ ഒരു രീതിയിൽ ജീവിക്കുന്ന ഒരാൾ എന്ന നിലയിൽ അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? കാരണം ഒരുപാട് പ്രലോഭനങ്ങൾക്കിടയിലാണ് ഇന്നത്തെ തലമുറ വളർന്നു വരുന്നത്. അതിപ്പോൾ ലഹരി ആയിക്കോട്ടെ, പലതരത്തിലുള്ള പ്രലോഭനങ്ങൾക്കിടയിലൂടെ വേണം അവരുടെ ജീവിതം അവർ കൊണ്ടുവരുന്നത്. അപ്പോൾ അവരോട് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? അല്ല, ഇതെന്താന്നാൽ ഈ ജീവിതശൈലി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ആരോഗ്യമായിട്ട് ജീവിക്കണം. ആരോഗ്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ സനാതന ധർമ്മത്തിൻ്റെ കോൺസെപ്റ്റ് നമ്മളുടെ ശരീരവും മനസ്സും രണ്ടുമാണ്. നമ്മളുടെ ഒരു രോഗ കോൺസെപ്റ്റ് നമ്മളുടെ മനോമൂലമാണ് നമ്മളുടെ രോഗം. നമ്മളുടെ ഈ സാധാരണ ഇപ്പോഴത്തെ ഈ മോഡേൺ കോൺസെപ്റ്റ് രോഗം ശരീരം മൂലമാണ്. നമ്മളുടെ അങ്ങനെയല്ല, മനോമൂലമാണ് രോഗം. സോ ഞാൻ പറഞ്ഞു, നമ്മളുടെ ശരീരം, നമ്മളുടെ വാതപിത്ത കഫം ഇതൊക്കെ സന്തുലിതാവസ്ഥയിൽ വേണം. ആ ഒരു രീതിയിൽ നമ്മൾ ജീവിച്ചാൽ ഈ മനുഷ്യൻ്റെ ജീവിതം സാർത്ഥകമാണ്. എങ്ങനെ ഈ സ്വസ്ഥൻ എന്ന് പറയില്ലേ, ആരോഗ്യത്തിൻ്റെ അദ്ദേഹം സ്വസ്ഥനാണ്. എങ്ങനെ അത് പറയാന്നാൽ സമദോഷ സമാഗ്നിശ്ച സമധാതു മലാക്രിയ പ്രസന്നാത്മേന്ദ്രിയ മനഃ സ്വസ്ഥ ഇത്യഭിധീയത്തെ. സമദോഷ വാതപിത്ത കഫങ്ങൾ സമമായിട്ട് ഇരിക്കണം. അങ്ങനെ എന്നാൽ വാതപിത്ത കഫങ്ങൾ സമമായിട്ട് ഇരിക്കണം എന്നാൽ നമ്മുടെ മനസ്സ് കറക്റ്റ് ശരിയായിട്ടിരിക്കണം. സമദോഷ സമാഗ്നിശ്ച നമ്മളുടെ അഗ്നി സമമായിട്ടിരിക്കണം. എന്നാൽ നമ്മൾ ആഹാര വിഹാരം ശരി വേണം. ആഹാരം ശരി ഉണ്ടാലേ അഗ്നി ശരിയാവുള്ളൂ. സമധാതു മലാക്രിയ ധാതു പ്രസന്നത വേണം. അപ്പോൾ നമ്മളുടെ മലാക്രിയകൾ പ്രസന്നമാകും. എന്നാൽ ഇതിത്ര ശരിയുണ്ടെങ്കിൽ അത് ശരിയാവും. ഇതിത്ര ശരിയുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് ശരിയാവും. ആരോഗ്യമുള്ളൊരു ശരീരത്തിൽ ആരോഗ്യമുള്ളൊരു മനസ്സ് ഇത് രണ്ടും ബാലൻസ് ആയിട്ട് ജീവിക്കണമെന്നാൽ അവൻ്റെ ജീവിതം നമ്മൾ ഒരു ചിട്ടയായിട്ടുള്ള ജീവിതം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ശരിയാവും. ഇത് രണ്ടും ഒരുമിച്ച് അതെ സ്വസ്ഥമാവും. അതാണ് ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷൻ അനുസരിക്കുന്നത്. ഈ ഒരു സൂത്രം വെച്ചാൽ അവൻ ജീവിതം മുഴുവൻ സന്തോഷമായിട്ട് ജീവിക്കും. ഒരു ചിട്ട വേണം. അതെ, ദൈനംദിന കാര്യങ്ങളിലും അതെ പ്രവൃത്തികളിലും ചിന്തകളിലും. ക്ഷേത്രാചാരവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടിയാണ്. ഈ രഥത്തിൽ ഭഗവതി എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ഈ നാണ്യങ്ങളിങ്ങനെ ഭക്തർക്ക് എറിഞ്ഞു കൊടുക്കുന്ന ഒരു രീതി കാണാം. എന്തായിരിക്കും അതൊരു അനുഗ്രഹം എന്നുള്ള രീതിയിലാണോ? അതെ, അതെന്താന്നാൽ ഈ വിശേഷ ദിവസത്തിൽ ഒരു സ്വർണവൃഷ്ടി എന്ന് പറയാം, കനകവൃഷ്ടി, സ്വർണവൃഷ്ടി അമ്മയ്ക്ക് ചാർത്തിയിട്ടുള്ള ഒരു അല്ല ഒരു നാണിക, കുറച്ച് നാണികകൾ അമ്മയ്ക്ക് ചാർത്തിയിട്ട് അത് വൃഷ്ടിയായിട്ട് കൊടുക്കുന്നത്. അത് വളരെ ഐശ്വര്യമാണ്. അത് കിട്ടുന്നത് ചില ആളുകൾക്ക് മാത്രമേ കിട്ടൂ. ഭാഗ്യമാണ്. കിട്ടുന്നവർക്ക് വളരെ അവരുടെ ജീവിതത്തിൽ നല്ലതാവും, എല്ലാ ഐശ്വര്യങ്ങളും കിട്ടും, അഭിവൃദ്ധിയാവും എന്നാണ് ഒരു സങ്കല്പം. അതെന്നുണ്ടോ അതോ വിശേഷ ദിവസങ്ങളിലാണോ? അത് വിശേഷ ദിവസത്തിൽ മാത്രമാണ്. വിശേഷ ദിവസത്തിൽ മാത്രം, നിത്യമില്ല. പ്രേക്ഷകർക്ക് വേണ്ടി അങ്ങയോട് നമസ്കാരം. അമ്മേ, എല്ലാവർക്കും, എല്ലാ വീക്ഷകർക്കും ദേവി ആയുരാരോഗ്യ സൗഖ്യങ്ങൾ തന്നിട്ട് നല്ലത് ഉണ്ടാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. ലോകാ സമസ്ത സുഖിനോ.